ഹായ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി BJP ഒരുക്കങ്ങൾ ആരംഭിച്ചു. വാർത്ത: അടുത്ത തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിനെ എ ക്ലാസ് മണ്ഡലമായിട്ടാണ് BJP കാണുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയവും മറ്റുമാണ് അത്തരത്തിലുള്ള ഒരു എ ക്ലാസ് മണ്ഡലം എന്ന പരിഗണനയ്ക്ക് തൃശ്ശൂർ അർഹമായത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ തൃശ്ശൂർ എ ക്ലാസ് മണ്ഡലമാണോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി എന്ന ജനകീയനായ നേതാവും അതോടൊപ്പം BJPയുടെ പ്രവർത്തനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്നതും ഒക്കെ ഒരു കാരണമാണെങ്കിലും അതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തനത്തിൽ നിന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് വലിയ തോതിൽ താമര എന്ന ചിഹ്നത്തോടുള്ള വിദ്വേഷമുണ്ടായിരുന്ന ക്രിസ്തീയ സമൂഹം അതെല്ലാം മറന്ന് വോട്ട് ചെയ്തു എന്നത് തന്നെയാണ് കേരളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാറ്റമായി നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് ഉറപ്പായും വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് അങ്ങനെ സംഭവിക്കണമെങ്കിൽ നിലവിലുള്ള പാരമ്പര്യ പാർട്ടി മുഖങ്ങൾ മാറ്റി ജനകീയ മുഖങ്ങൾ കൊണ്ടുവന്ന് പാർട്ടി വോട്ട് കൃത്യമായി കളക്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി കളക്ട് ചെയ്യുകയും ചെയ്താൽ അടുത്ത തെരഞ്ഞെടുപ്പിനും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും.